ഞങ്ങളെ എന്നാളും ബാല്യത്തിൽ തന്നെ ദൈവത്തിന് വേണ്ടി സ്വയം അർപ്പിച്ച പരിശുദ്ധനായ പരിമളത്തിന് വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് തന്റെ ജീവിതത്തിന്റെ ഏടുകളിൽ നിന്നൊക്കെ പരിശോധിക്കുമ്പോൾ സ്വയം ഒരു സമർപ്പണത്തിന്റെ അനുഭവം ദൈവസന്നിധിയിൽ പരിശുദ്ധനായ പരിമളത്തിന് വേണ്ടി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പറയുവാൻ സാധ്യമാകുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, വളർന്നു വരുന്ന തലമുറകൾക്ക് എത്രമാത്രം പ്രാർത്ഥനയുടെ അർത്ഥതലങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധ്യമാകുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് എത്രമാത്രം ആ പ്രാർത്ഥനയുടെ അർത്ഥതലങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ട്. ചിന്തിക്കുവാൻ തക്കോണം ഇടയാകട്ടെ. പരിശുദ്ധനായ പരിമളയുടെ ജീവിതയാത്രയിലൂടെ നമ്മൾ പോകുമ്പോൾ, ആ പരിശുദ്ധന്റെ പെരുന്നാളിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ ഇത്രയേറെ വിശ്വസ്തയോടെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ നിന്ന് മരണത്തെ പോലും മുഖാമുഖം കണ്ട് തന്റെ ജീവിതത്തെ ദൈവസന്നിധിയിൽ അത്ഭുതകരമായി രക്ഷ നൽകിയ ആ പരിശുദ്ധന്റെ ജീവിതയാത്രയിലൂടെ കടന്നു പോകുമ്പോൾ എത്രമാത്രം ബാല്യം മുതൽ ദൈവികമായി കൂടുതൽ അടുപ്പം വരുവാൻ നമ്മുടെ തലമുറകൾക്ക് നമുക്ക് എത്രമാത്രം അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണം സാധ്യമാകുന്നുണ്ട്. പരിശുദ്ധ പരിമളയുടെ മാതാപിതാക്കന്മാരെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അവരൊക്കെ കണ്ണുനീരോടെ യാവമ്മ പ്രാർത്ഥനകൾ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചവരാണ്. അത് കണ്ടു വളർന്നവരാണ് ഈ തലമുറകളും പരിശുദ്ധ പരിമളയുടെ സഹോദരന്മാരും അല്ലെങ്കിൽ അവരുടെ തലമുറകളും ഒക്കെ അവർ വളർന്നു വരുന്ന കൂടെ വന്ന തലമുറകളൊക്കെ. നമ്മുടെ തലമുറകൾക്ക് എത്രമാത്രം അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ അർത്ഥതലങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ സാധ്യമാകുന്നുണ്ട്. എത്രമാത്രം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അതൊക്കെ പറഞ്ഞു കൊടുത്ത് അവരെ ബാല്യത്തിൽ തന്നെ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് എത്രമാത്രം വളർത്തിയെടുക്കുവാൻ സാധ്യമാകുന്നുണ്ട്. ഇന്നൊക്കെ ചോദ്യമായി നിൽക്കുന്ന ഒരു ചോദ്യചിഹ്നമാണല്ലോ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദേവാലയത്തിലേക്ക് വരാത്തതുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥനയിലേക്ക് വരാത്തതുണ്ട്. നിങ്ങൾ പ്രാർത്ഥനായോഗങ്ങൾ പോലും ശ്രദ്ധിച്ചോ? പ്രാർത്ഥനായോഗങ്ങൾ പോലും ഇന്ന് മുതിർന്നവരുടെ പങ്കാളിത്തമാണ്. പുതിയൊരു തലമുറ കടന്നു വരുവാൻ അവർക്ക് സാധ്യമാകുന്നില്ല. എന്താണ് അവരെ മാറി നിൽക്കുന്നത്? പ്രാർത്ഥനയുടെ അർത്ഥതലങ്ങൾ, പ്രാർത്ഥനയുടെ ആഴമാകുന്ന തലങ്ങൾ, കണ്ണുനീരോടുകൂടിയുള്ള നിലവിളിയുടെ അർത്ഥതലങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അവരുടെ ജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കുവാനും തക്കവണ്ണം സാധ്യമാകണം. അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് അവർ കടന്നു വരുവാനും അങ്ങനെയുള്ള ഒരു സാക്ഷി ജീവിതം അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും തക്കവണ്ണം സാധ്യമാകണം. അതുകാണ് ബാല്യത്തിൽ തന്നെ പരിശുദ്ധനായ പരിമളത്തിനുവേണ്ടിയൊക്കെ തന്റെ ജീവിതത്തിൽ ദൈവാശ്രയ ബോധത്തോടെ ദൈവസന്നിധിയിലേക്ക് അടുത്തു വന്നതാണ്. പരിശുദ്ധനായ പരിമളത്തിന് വേണ്ടി ഇപ്രകാരം കുറിച്ചിട്ടുണ്ട്: രാപ്പകൽ ഭക്തിയോടുകൂടി ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയും. ഈ പ്രാർത്ഥന നമ്മളിലുള്ളത് ചില പ്രതിസന്ധികൾ നീങ്ങാനും തളർച്ച തീരുവാനും നമ്മുടെ പരമമായ രക്ഷയും മോശവും ചരിക്കുവാനും ഏറ്റവും ഉദാത്തമായ മാർഗമാകുന്നു. പരിമളത്തിന് ജീവിതത്തിന്റെ ഏടുകളിൽ കുറിച്ചിട്ടിരിക്കുകയാണ്. രാപ്പകൽ ഭക്തിയോടുകൂടി ഉച്ചത്തിൽ പ്രാർത്ഥിപ്പിൻ. നിങ്ങൾ കണ്ണുനീരോടെ ഉച്ചത്തിൽ പ്രാർത്ഥിപ്പിൻ, കണ്ണുനീരോടെ നിലവിളിപ്പിൻ, കണ്ണുനീരോടെ നിങ്ങൾ കരയുവിൻ. നിങ്ങൾ കണ്ടിട്ടില്ലേ കബറിങ്കൽ ചെന്ന് എത്ര പേരാ കണ്ണുനീരോടെ കരയുന്നത്? പരിശുദ്ധന്റെ കബറിങ്കൽ ചെന്ന് എത്ര പേരാ കണ്ണുനീരോടെ കരയുന്നത്? നമ്മൾ മാത്രമാണോ? നാനാജാതി മതസ്ഥർ. ഇന്ന് തൊട്ട് ഇനി നാളെ കുടിയേറുകയാണല്ലോ. നാളെ തൊട്ട് ആ പ്രദേശങ്ങളിലൊക്കെ ചെന്ന് നിന്ന് കബറിങ്കലിലേക്കൊക്കെ അടുക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധ്യമാകും. അവിടെ അനേകം മനുഷ്യർ വന്ന് കണ്ണുനീരോടെ ആ കബറിങ്കൽ നിലവിളിക്കുന്നത്. പരിശുദ്ധ പിതാവേ, പരിമള തിരുമേനി, അപ്പ എന്നൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് കണ്ണുനീരോടെ നിലവിളിക്കുന്ന വലിയൊരു സമൂഹത്തെ, നാനാജാതി മതസ്ഥരെ നമുക്ക് ദർശിക്കുവാൻ സാധ്യമാകും. തന്റെ ബാല്യത്തിൽ, തന്റെ ചെറുപ്പത്തിൽ ദൈവാശ്രയ ബോധത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് വളർന്നു വന്ന വ്യക്തിത്വം. രണ്ടാമതായി ഞാൻ പരിശുദ്ധനായ പരിമളത്തിനെ കുറിച്ച് ഇപ്രകാരം പറയും: കാലത്തിന് മുമ്പേ സഞ്ചരിച്ച വിശ്വമഹാത്മാവ്. കാലത്തിന് മുമ്പേ സഞ്ചരിച്ച വിശ്വമഹാത്മാവ്. വെട്ടിക്കൽ തയ്യാറായി താമസിക്കുമ്പോഴാണ് പരിശുദ്ധ പരിമളത്തിന്മേനിയുടെ പുറത്തു വലിയൊരു നീർക്കെട്ടുണ്ടാകുന്നത്. നീർക്കെട്ട് നിസ്സാരമായ നീർക്കെട്ടല്ല. പലരും പറഞ്ഞു അത് ചികിത്സയ്ക്ക് വിധേയമാക്കണം.
വൈദ്യന്മാരൊക്കെ വന്നു മരുന്ന് കൊടുത്തു. പക്ഷെ ഈ മരുന്നൊന്നും തിരുമേനി കഴിയുന്നില്ല. തിരുമേനി ഇതൊക്കെ മാറ്റിവെക്കുകയാണ്. തിരുമേനിയുടെ പിതാവ് മരുന്നും കൊണ്ട് മെഡിക്കൽ തയ്യാറായി ചെന്നിട്ട് തന്റെ മകനോട് നിർബന്ധിക്കുന്നുണ്ട്, ഈ മരുന്ന് കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുന്നു. പക്ഷേ ആ നിർബന്ധങ്ങളൊക്കെ പിതാവിന്റെ സന്തോഷത്തിന് വേണ്ടി മരുന്നൊക്കെ എടുത്ത് അടുത്ത് വെച്ചിട്ട് ഇത് മരുന്ന് കഴിക്കാതെ തിരുമേനി മുന്നോട്ട് പോവുകയാണ്. അവിടെ തിരുമേനി സ്വീകരിച്ച ഒരു ഔഷധം പ്രാർത്ഥന എന്നുള്ളതാണ്. പരിശുദ്ധ പരിമള തിരുമേനി അവിടെ സ്വീകരിച്ച ഏക ഔഷധം എന്ന് പറയുന്നത് പ്രാർത്ഥന എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം പദയാത്രയെ ബന്ധപ്പെട്ട് ദേവാലയത്തിൽ നിന്ന് പോയപ്പോൾ ഒരു 8 മാസം പ്രായമുള്ള കുഞ്ഞിനെ കയ്യിലേന്തി 2 ദമ്പതിമാർ, ഭാര്യ ഭർത്താവും ഈ കുഞ്ഞിനെ കയ്യിലേന്തി കരിപ്പുഴയിൽ നിന്ന് അവർ നടക്കുകയാണ്. പദയാത്ര കൂടെ നടക്കുകയാണ്. ഞാൻ ആദ്യമേ കണ്ടു ഇവർ എത്രമാത്രം ഈ കുഞ്ഞിനെ ഇത്രയും ദൂരം എങ്ങനെ കൈകളിൽ ഏന്തി പരിമല വരെ ചെല്ലും. അവരിങ്ങനെ ആ കുഞ്ഞിനെ 8 മാസം പ്രായമുള്ള കുഞ്ഞിനെ കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെ നടന്ന പദയാത്രയിൽ അവരെവിടെയും ഇരിക്കുന്നില്ല, അവര് ശ്രമിക്കുന്നില്ല. അവര് മാറി തിരിഞ്ഞ് ഈ കുഞ്ഞിനെ എടുത്ത് കബറിങ്കൽ വരെയും ആ തിരക്കിനിടയ്ക്ക് പെട്ട് അവരെ കബറിങ്കൽ ചെന്ന് ഈ കുഞ്ഞിനെ കബറിങ്കൽ കാണിച്ച് പ്രാർത്ഥിച്ച് അവരെ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരണം. ഹിന്ദു മതത്തിൽപ്പെട്ട ദമ്പതിമാരാണ്. 10 വർഷമായിട്ട് വിവാഹം കഴിഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളില്ല. ഒരു പരിശുദ്ധനായ പരിമളത്തിനുവേണ്ടിയുടെ മധ്യസ്ഥയിൽ നേർച്ച നേർന്ന് പ്രാർത്ഥിച്ച് അവർക്ക് 10 വർഷം കഴിഞ്ഞ ഒരു കുഞ്ഞിനെ അവർക്ക് ലഭിച്ചു. ആ കുഞ്ഞിനെ കൊണ്ടാണ് ഇവർ 8 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ട് അവർ പരിശുദ്ധന്റെ കബറിലേക്ക് തീർത്ഥാടകരായി നടന്നുപോയി. പരിശുദ്ധനായ പരിമളത്തിനുവേണ്ടി തന്റെ ജീവിതത്തിൽ ആശ്രയിച്ച ഏക ഔഷധം എന്ന് പറയുന്നത് ഏതായിരുന്നു? പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ഇതിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ബൈജോച്ചൻ പാടിയല്ലോ, യാമങ്ങൾ തോറും പ്രാർത്ഥനയാൽ, യാമങ്ങൾ തോറും പ്രാർത്ഥനയാൽ. തന്റെ ജീവിതത്തിൽ അത്ര വലിയൊരു അസുഖം ഉണ്ടായിട്ടും തിരുമേനി അതിനെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ തന്റെ ജീവിതത്തിൽ നേരിട്ട ഏക ഔഷധം പ്രാർത്ഥന എന്നുള്ളതാണ്. രോഗത്തിന്റെ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രതിസന്ധികളുടെ അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ജീവിതത്തിൽ പ്രാപിക്കുന്ന ഏക ഔഷധം എന്താണ്? പ്രാർത്ഥനയാണ്. നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിലൂടെയൊക്കെ കണ്ടുപിടിക്കുമ്പോൾ പല ഔഷധങ്ങളും പല വൈദ്യന്മാരും പലരും ലോകത്തിൽ വിധിയെഴുതിയ പല അസുഖങ്ങളും മാറിയത് ഏതാണ്ട് പ്രാർത്ഥന എന്ന വലിയ ശക്തിയാണ്. യേശുവായുടെ ജീവിതത്തിൽ വാർദ്ധക്യത്തിൽ കുഞ്ഞുങ്ങളില്ല എന്ന് വിധിയെഴുതി, ഉണ്ടാകുകയില്ല എന്ന് വിധിയെഴുതി. പക്ഷേ തമ്പുരാൻ അവിടെ ഇടപെട്ടപ്പോൾ, അവരുടെ പ്രാർത്ഥന തമ്പുരാൻ മാനിച്ചപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ സന്താനങ്ങളുണ്ടായി. പലരുടെ ജീവിതാവസ്ഥകൾ, കുരുടനായ മനുഷ്യൻ ഉറക്കെ നിലവിളിച്ച് കാഴ്ച പ്രാപിക്കുകയില്ല എന്ന് ജീവിതത്തിൽ അവൻ ചുറ്റും നിന്നവരെ പലരും വിശ്വസിച്ചു. പക്ഷേ അവൻ ഉറക്കെ നിലവിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ഉറക്കെ നിലവിളിച്ചു കൊണ്ടിരുന്നു. അവന്റെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന വലിയ ഔഷധത്തിനായി അവൻ കാത്തിരുന്നു, സൗഖ്യം പ്രാപിച്ചു. കൂലിയായ സ്ത്രീയുടെ കൂലിന് വരികയില്ല എന്ന് പലരും വിധി എഴുതി. അവൾ ദേവാലയത്തിനുള്ളിൽ തന്നെ താമസിച്ചു. പക്ഷേ അവൾ പ്രാർത്ഥന എന്ന ഔഷധം അവളുടെ ജീവിതത്തിൽ സ്വീകരിച്ചു. അവൾ ദൈവത്തമ്പുരാൻ അവളെ സ്പർശിച്ചു. അവൾ എന്ത് നേടി? സൗഖ്യം നേടി. പരിശുദ്ധനായ പരിമളത്തിനുവേണ്ടിയുടെ പല വൈദ്യന്മാരും പറഞ്ഞു, തിരുമേനി അത് അല്ലെങ്കിൽ ഔഷധം മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞപ്പോ അവിടെയൊക്കെ ആ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്ത തന്റെ ജീവിതത്തിൽ പ്രാർത്ഥന എന്ന വലിയ ഔഷധത്തെ മുറുകെ പിടിച്ച് ജീവിച്ച വലിയ മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് പല രോഗങ്ങളായിട്ടും പല പ്രതിസന്ധികളായിട്ടും പല വേദനകളായിട്ടും പല വ്യാധികളായിട്ടും നമ്മൾ ആ കബറികളിൽ ചെന്ന് നിലവിളിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും സൗഖ്യം പ്രാപിക്കുന്നതാണ്. ഒരിക്കലും ക്യാൻസർ രോഗിയായിട്ട് സംസാരിച്ചപ്പോൾ അവരിൽ നിന്ന് കേൾക്കുവാൻ സാധിച്ചതാണ്, അവർക്ക് ക്യാൻസർ എന്ന വിധി എഴുതി അവര് പരിമല ഹോസ്പിറ്റലിൽ ചെന്ന് അവർ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അവരിൽ ക്യാൻസറിന്റെ സെല്ലുകൾ കണ്ടെത്തിയില്ല. അവര് സാക്ഷ്യം പോലെ പറയുകയാണ്, പലയിടത്തും പോയി, പക്ഷേ പരിമലയിലേക്ക് വന്നതുകൊണ്ടാകാം
പരിമലയിൽ പരിശുദ്ധന്റെ സന്നിധിയിലേക്ക് എത്തിയത് കൊണ്ടാകാം, ഈ തിരുമേനിയുടെ സന്നിധിയിലേക്ക് എത്തിയത് കൊണ്ടാകാം എന്റെ ദേഹത്ത് ചിലപ്പോൾ ഒരു ക്യാൻസർ സെല്ല് പോലും കണ്ടെത്തുവാൻ സാധിക്കാതെ പോയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാലത്തിന് മുമ്പേ സഞ്ചരിച്ച വിശ്വമഹാത്മാവെന്ന് പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയെ വിശേഷിപ്പിച്ചതാണ്. തുമ്പമൺ പ്രദേശത്ത് വസൂരി രോഗം പടർന്നു പിടിച്ചു. തിരുമേനിയുടെ പലരും പറഞ്ഞു ആ പ്രദേശത്തേക്ക് പോകരുത്. തിരുമേനിയോട് പറഞ്ഞു അങ്ങോട്ട് പോകരുത്, വസൂരി രോഗം പടർന്നു പിടിച്ചിരിക്കുകയാണ്, ആ ദേശത്തേക്ക് പോകരുത് എന്ന് പറഞ്ഞു. പക്ഷെ തിരുമേനി അത് വാക്കാതെ ആ പ്രദേശത്തേക്ക് ചെന്നു. ആ പ്രദേശത്ത് ചെന്ന് താമസിച്ചു. ആ പ്രദേശത്ത് നിന്ന് താമസിച്ച് അസുഖമുള്ളവരോടൊപ്പം നിന്ന് പ്രാർത്ഥിച്ച് ആ വലിയ ബാധയെ ആ ദേശത്ത് നിന്നും ഒഴിച്ചു. ഇന്ന് വലിയൊരു ജനമാണ് ആ തുമ്പമൺ പ്രദേശത്ത് നിന്ന് പദയാത്രയായി പരിശുദ്ധന്റെ കബറിലേക്ക് എത്തുന്നത്. കാലത്തിന് മുമ്പേ സഞ്ചരിച്ച വിശ്വമഹാത്മാവ് എന്ന പരിശുദ്ധ പരിമല തിരുമേനിയെ അഭിസംബോധന ചെയ്ത് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. തന്റെ ജീവിതത്തിൽ ആ പ്രതിസന്ധി ഉണ്ടാകുമെന്നും അല്ലെങ്കിൽ രോഗം തനിക്ക് ഉണ്ടാകുമെന്നും അറിഞ്ഞ് ആ പ്രതിസന്ധിയെ ദൈവാശ്രയ ബോധത്തോടെ തരണം ചെയ്ത ആ തുമ്പമൺ ദേശത്ത് നിന്ന് ആ പിതാവ് താമസിക്കണമെങ്കിൽ തന്റെ ദൈവത്തിൽ എത്രമാത്രം അടിയുറച്ച വിശ്വാസം പരിശുദ്ധനായ പരിമല തിരുമേനിക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോളം സാധ്യമാകും. അതുകൊണ്ട് തന്നെയാകാം പ്രതിസന്ധിയോടെ, നൊമ്പരത്തോടെ, വേദനയോടെ ആ പരിശുദ്ധ പിതാവിന്റെ കബറിലേക്ക് നമ്മളും ചെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥന അർപ്പിക്കുമ്പോൾ, കണ്ണുനീരോടെ നമ്മുടെ നൊമ്പരങ്ങൾ അവിടെ സമർപ്പിക്കുമ്പോൾ സൗഖ്യം പ്രാപിച്ച് ഫലം പ്രാപിച്ച് തിരിച്ചു പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. മൂന്നാമതായി പരിശുദ്ധ പരിമല തിരുമേനിയെ കുറിച്ച് വിശേഷിപ്പിക്കുമ്പോൾ പ്രാർത്ഥന മൂലം ശിഷ്യന്മാരെ ഗുരുക്കന്മാരാക്കി തീർത്ത നല്ലവനായ ഗുരു. പ്രാർത്ഥന മൂലം ശിഷ്യന്മാരെ ഗുരുക്കന്മാരാക്കി തീർത്ത നല്ലവനായ ഗുരു. തന്റെ ശിഷ്യന്മാരിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് ശിഷ്യന്മാരായിരുന്നു. ഒന്ന് പരിശുദ്ധനായ വട്ടശ്ശേരി തിരുമേനി, രണ്ട് പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദിദിയൻ തിരുമേനി. സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഭയെ നയിച്ച രണ്ട് പിതാക്കന്മാരായിരുന്നു ഇവർ രണ്ടുപേരും പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയുടെ ശിഷ്യഗണത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് ശിഷ്യന്മാരായിരുന്നു. വട്ടശ്ശേരി തിരുമേനി പരിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടു. സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ സഭയുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ചേർന്ന് നിന്ന രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു ഇവർ പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയുടെ ശിഷ്യഗണങ്ങളിൽപ്പെട്ടവരായിരുന്നു. അതുകൊണ്ട് അവർ കണ്ടുപിടിച്ചത് ഈ നല്ലവനായ ഗുരുവിന്റെ ജീവിത പശ്ചാത്തലങ്ങളാണ്. നല്ലവനായ ഗുരുവിന്റെ ജീവിത യാഥാർത്ഥ്യങ്ങൾ കണ്ട് വളർന്നവരാണ് ഇവർ രണ്ടുപേരും. ആ രണ്ട് ശിഷ്യന്മാരും വലിയവരായ രണ്ട് ഗുരുക്കന്മാരായി, അനേകം ശിഷ്യന്മാരുടെ വലിയവരായ രണ്ട് ഗുരുക്കന്മാരായി മാറിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലും ഈ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ശിഷ്യഗണങ്ങളിലേക്ക് ചേർക്കപ്പെട്ട ആ പാതയിലൂടെ പരിശുദ്ധൻ കാണിച്ചു തന്ന ജീവിത മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണല്ലോ. എന്തുമാത്രം പ്രാർത്ഥനയുടെ ആ തലങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാകുവാൻ തക്കോണം സാധ്യമായി എന്ന് ചിന്തിക്കുവാൻ തക്കോണം ഇടയാകണം. പ്രാർത്ഥന എന്നതോ പറഞ്ഞേ ശൈശവത്തിലെ പറ പറക്കരുത്. ഒരുമിച്ച് പറഞ്ഞോ. പ്രാർത്ഥന എന്നതോ ശൈശവത്തിലെ ഉത്സാഹവും യൗവനത്തിലെ ആശ്രയവും വാർദ്ധക്യത്തിലെ സമാധാനവുമാണ് എന്ന് പറഞ്ഞേ. പ്രാർത്ഥന എന്നതോ കല്ലുമലക്കാർക്ക് ഇത്ര ശബ്ദമല്ലല്ലോ ഞാനിവിടെ ഇരുന്നപ്പോൾ നിരീക്ഷിച്ചതിനോടൊപ്പം ശബ്ദം കുറഞ്ഞതാണ്. ഉറക്കെ പറഞ്ഞേ. പ്രാർത്ഥന എന്നതോ ശൈശവത്തിലെ ഉത്സാഹവും യൗവനത്തിലെ ആശ്രയവും
വാർദ്ധക്യത്തിലെ സമാധാനമാണ്. ഇത് എപ്പോഴും നമ്മൾ ഉരുവിടുവാൻ തക്കോണം സാധ്യമാണ്. നമ്മുടെ ശൈശവത്തിലെ ഉത്സാഹമാണ്. കൊച്ചുനാളൊക്കെ നമുക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പള്ളിയിലോട്ട് പോകുവാനൊക്കെ നമുക്ക് ഉത്സാഹമല്ലേ? പള്ളിയിലോട്ട് പോകുവാനൊക്കെ ഉത്സാഹമാണ്. കഴിഞ്ഞ ദിവസം ഒരു കുർബാന സംബന്ധമായിട്ട് ഒരു പയ്യൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അച്ഛാ എപ്പോഴാണ് കുർബാന തുടങ്ങുന്നത്? ഞാൻ ചോദിച്ചു എന്താണ്? അല്ല, തുദ്ദേന്റെ സമയം എപ്പോഴാണ് ആവുന്നത്? ഞാൻ ചോദിച്ചു അതെന്താ? അല്ല, ആ സമയം അനുസരിച്ച് പള്ളിയിലോട്ട് വരാൻ, അതാകുമ്പോൾ പള്ളി ഇരിക്കുകയും ചെയ്യാം, 6 തുദ്ദേം കഴിയുമ്പോൾ നിൽക്കുകയും ചെയ്യാം. ഇവിടെ പറയുന്നു, ഇവിടെ ബാല്യത്തിൽ നീ ഉത്സാഹത്തോടെ ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാക്കണം. യൗവനത്തിൽ നീ എപ്രകാരമായിരിക്കണം? യൗവനത്തിൽ നിന്റെ ആശ്രയമായിരിക്കണം. വാർദ്ധക്യത്തിൽ നിന്റെ സമാധാനമാണ് പ്രാർത്ഥന. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ എത്ര ഉത്സാഹത്തോടു കൂടിയാണ് ദേവാലയത്തിലേക്ക് കടന്നു വരേണ്ടത്. അവരെ എത്ര ഉത്സാഹത്തോടു കൂടിയാണ് ആരാധനയ്ക്കായി കൊണ്ടുവരേണ്ടത്. ഞാനിപ്പോൾ ആദ്യം വരുന്ന കുഞ്ഞുങ്ങൾക്ക് മുട്ടായി കൊടുക്കും. പള്ളിയിൽ നമസ്കാരത്തിന് 7 മണിക്ക് വരുന്ന പിള്ളേർക്ക് മുട്ടായി കൊടുക്കും. ആദ്യം വരുന്ന 5. നമ്മളൊക്കെ പള്ളിയിലോട്ട് ഓടി പോകുവാൻ അല്ലേ? പണ്ട് അപ്പച്ചനെ അമ്മശ്ശേരി അല്ലെ അപ്പനെ അമ്മയൊക്കെ കൈ പിടിച്ച് പള്ളിയിലേക്ക് പോകുമായിരുന്നു. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ മബ്ബഹായിൽ കയറുന്ന കുഞ്ഞുങ്ങളെ പോലും എന്താ മബ്ബഹായിൽ കയറാത്തെന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ട്യൂഷനുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട് കീബോർഡ് ക്ലാസ്സോ ആകെ കിട്ടുന്ന ഞായറാഴ്ച ഒരു ദിവസമാണ്. അന്നാണ് ബാക്കിയുള്ള ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഞാൻ ഇതിന്റെ കാര്യമല്ല. അപ്പം അങ്ങനെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ വിടുന്ന ഞായറാഴ്ചയാണ്. പണ്ട് ശനിയാഴ്ച വൈകിട്ട് കൊണ്ട് പഠിക്കാൻ പോലും സമ്മതിക്കത്തില്ല. എന്ത് പഠിക്കണമെന്നാണ് പറയുന്നത്? സൺഡേ സ്കൂളിന്റെ പുസ്തകം എടുത്ത് പഠിക്കാൻ പറയും. ദിവസവും പ്രാർത്ഥിച്ചില്ലെങ്കിൽ കുർബാന കൊള്ളണമെങ്കിൽ തലേ ദിവസം തൊട്ട് നോമ്പ് പിടിക്കാൻ പറയും. ഇറച്ചി മീനും കഴിക്കാൻ പറ്റില്ല. അത്രയേറെ ഭയഭക്തി ബഹുമാനത്തോടു കൂടിയാണ് ദേവാലയത്തിലേക്ക് നമ്മൾ പോയിട്ട്. ദേവാലയത്തിൽ ചെന്നിരുന്ന് നമ്മൾ നുണച്ചാലും പുറകെ നിൽക്കുന്ന നീ ചെവിക്ക് പിടിച്ച് കറക്കും, ശാസിക്കും. ഇപ്പൊ ചെവിക്ക് പിടിക്കാൻ ചെന്ന് ആ പിടിക്കുന്ന ആളെ ചെവിക്ക് കുറെ വേറെ ആളുകൾ കഴിക്കും. അതൊരു ഉത്സാഹമാണ്. അവിടെ ദേവാലയത്തിലേക്ക് പോകാനൊരു ഉത്സാഹമാണ്. ദേവാലയത്തിൽ ചെന്നിരുന്നാൽ ഫ്രണ്ടിൽ ഇരുന്ന് എന്താ നമ്മള് എല്ലാവരുമായിട്ടും ഞാൻ പറയാറുണ്ട്, കുഞ്ഞുങ്ങളെ നിങ്ങൾ മുമ്പോട്ട് വിടണം. ഇപ്പൊ നമ്മൾ കുഞ്ഞുങ്ങളെ പിടിച്ച് ആരാധനയ്ക്ക് വന്നാൽ അവർ ബഹളം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അവരെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. അല്ല, അവർ മുമ്പോട്ട് വരണം. കഴിഞ്ഞ ദിവസം പള്ളിയിൽ എൻ്റെ ഇടവ പള്ളിയിൽ ചെന്നപ്പോ മോനെ കണ്ടിട്ട് അപ്പം വേറൊരു മോളി കൊണ്ട് വന്നു. അപ്പം അവർ ആ വലിയ കുഞ്ഞിന്റെ അമ്മശിയോട് പറയാം, പക്ഷെ ഇവരെല്ലാം കല്ലറയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ടീമാണ്. വൈദ്യുസിന്റെ അമ്മാശന്റെ കൊച്ചുമോൾ. അപ്പൊ ഇവർ എന്നോട് പറഞ്ഞ വെച്ചാൽ ഞാൻ ഇവർ തമ്മിൽ പരിചയമുണ്ട് ഇത്രയിലായി. വെച്ചാൽ ഇവരെല്ലാം കൂടെ കുർബാന കഴിഞ്ഞിട്ട് കല്ലറയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ഒരു ടീമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദേവാലയത്തിനുള്ളിൽ വളരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദേവാലയത്തിനകത്തുള്ളതിൽ ആരാധനയോട് ചേർന്ന് വളരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദേവാലയത്തിനുള്ളിൽ പ്രാർത്ഥനയോടെ ഉത്സാഹത്തോടെ രാവിലെ എഴുന്നേറ്റ് അപ്പ അമ്മ നമുക്ക് പള്ളി പോകാമെന്നുള്ള ഉത്സാഹത്തോടെ അവർ മുമ്പോട്ട് വരട്ടെ. അതാ പറഞ്ഞത്, ശൈശവത്തിലെ ഉത്സാഹമായി തീരുവാൻ തക്കോണം പ്രാർത്ഥന ചെയ്യട്ടെ. യൗവനത്തിലെ ആശ്രയം. നമ്മുടെ യൗവനകാലത്താണ് നമ്മൾ പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ആശ്രയിക്കുന്ന ആരെയാണ്? ദൈവത്തെയാണ്. നമ്മൾ ആശ്രയിക്കുന്ന ദൈവത്തെയാണ്. ആ ദൈവം കാണിച്ചു തരുന്ന, ദൈവം നടത്തുന്ന വഴിയിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. പ്രായമെല്ലാം ആയി വീട്ടിൽ വലിയ പ്രശ്നമായും വലിയ പ്രശ്നമായും ഒക്കെ ഇരിക്കുമ്പോൾ കൊച്ചുമക്കളെയൊക്കെ അടുത്ത് വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കുമ്പോഴൊരു സമാധാനം അല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ സമാധാനമില്ലേ? 7 മണിയാവുമ്പോൾ വാ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ നമ്മുടെ മക്കളെയൊക്കെ കൂട്ടി വരുത്തി അടുത്തിരുത്തി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു സമാധാനമുണ്ട്. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോരേ, നിന്റെ
സന്നിധിയിൽ ഞാൻ വരുന്നേ സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. ഒരു സമാധാനമല്ലേ പാട്ടുകളൊക്കെ പാടി നാമപ്രാർത്ഥനകൾ ചേർന്നുള്ള കൗമാനമസ്കാരങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നടത്തി പൂർത്തീകരിക്കുമ്പോൾ അതൊരു സമാധാനമാണ്. അതുകൊണ്ട് വാർത്തയ്ക്കിൽ അതൊരു സമാധാനമായി തീരുവാൻ തക്കോളം ഇടയാകട്ടെ. ഞാൻ 3 കാര്യങ്ങളാണ് പരിശുദ്ധനായ ബലികളെക്കുറിച്ച് ഞങ്ങളുടെ ജീവിത പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞതാണ്. ഒന്ന്, വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ അറിഞ്ഞ മുനിശ്രേഷ്ഠൻ. രണ്ടാമതായി ഞാൻ പറഞ്ഞു, കാലത്തിന് മുമ്പേ സഞ്ചരിച്ച വിശ്വമഹാത്മാവ്. മൂന്നാമതായി പറഞ്ഞു, പ്രാർത്ഥന മൂലം ശിഷ്യന്മാരെ ഗുരുക്കന്മാരാക്കി തീർത്ത വലിയവനായ ഗുരു. തൻ്റെ ജീവിതയാത്ര ഇപ്പോഴും നമ്മൾ ആ പരിശുദ്ധന്റെ ജീവിത യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധന്റെ കബറിലേക്ക് പരിമല എന്ന് പറയുന്ന ആ വലിയ നാട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ നാളെ അറിയാം, നമുക്കറിയാം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വെറ്റയെറിയുവാൻ വേണ്ടി നാളെ പരിമലയിൽ വരുന്നത്. തിക്കും തിരക്കുമാണ്. ആ വെറ്റയെറിയുവാൻ വേണ്ടി നാളെ അവർ ഓടിയെത്തുന്നത് ആ പരിശുദ്ധന്റെ പരിമല കബറിങ്കൽ എത്തി അവർ അഭയം പ്രാപിച്ച് അവരുടെ ജീവിതത്തിൽ ചില കണ്ണുനീരുകളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും ഒക്കെ ആ കബറിങ്കൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ ആ ലഭിക്കുന്ന വലിയ അനുഗ്രഹത്തിന്റെ പ്രതീകമായി ലക്ഷക്കണക്കിന് ആളുകളാണ് നാളെ ആ കബറിലേക്ക് വരുന്നത്. നമുക്കും പരിശുദ്ധന്റെ കബറിനെ ലക്ഷ്യമാക്കി യാത്രയാകാം. ആ പരിശുദ്ധൻ കാണിച്ചിരുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കും യാത്ര ചെയ്യാം. പ്രാർത്ഥനയും വിശ്വാസവും എന്റെ തലമുറകൾക്ക് പകർന്നു കൊടുക്കുന്ന ആ വലിയ ആഴമേറിയ ജീവിത സത്യങ്ങളുമൊക്കെ പകർന്നു കൊടുത്ത് നമുക്കും യാത്രയാകുവാൻ തക്കവണ്ണം സാധ്യമാകട്ടെ. മുമ്പോട്ട് നമുക്കും അപ്രകാരം പരിശുദ്ധ പരിമല തിരുമേനി കാണിച്ചു തന്ന ആ വലിയ ജീവിത യാഥാർത്ഥ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം സാധ്യമാകട്ടെ. പ്രാർത്ഥന എന്നതും ശൈശവത്തിലെ ഉത്സാഹവും യൗവനത്തിലെ ആശ്രയവും വാർദ്ധക്യത്തിലെ സമാധാനവും ആകുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങോട്ട് വരിക, ദേവാലയത്തിൽ ഇങ്ങനെ അല്പസമയം നിങ്ങളോടൊപ്പം ആയിരിക്കുക. അവസരം തന്ന ബഹുമാനപ്പെട്ട മനീഷച്ചനോട് ട്രസ്റ്റി സെക്രട്ടറി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരോടും ഉള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗായക സംഘം ആരംഭിക്കുന്നതാണ്.